BSNL ടവർ നിർമ്മാണത്തിന്റെ ഭാഗമായി ഭാരമേറിയ സാധനങ്ങൾ വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനാൽ റോഡ് തകർന്നതായി പരാതി. ഇരട്ടയാർ അടയാളക്കല്ല് കുരിശുമല റോഡാണ് അമിത ഭാരം കയറ്റിവന്ന വാഹനങ്ങൾ കയറി തകർച്ചയുടെ വക്കിലായത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിലുള്ള 12ഓളം കുടുംബങ്ങളുടെ ഏക സഞ്ചാര മാർഗമാണ് ഈ റോഡ്. പള്ളിക്കാനം ഇടവകയുടെ കുരിശുമലയിലേക്കുള്ള റോഡ് കൂടിയാണിത്. ഈ റോഡ് സൈഡിലാണ് BSNL ടവർ നിർമ്മിക്കുന്നത്. ടവർ നിർമ്മാണത്തിന്റെ ഭാഗമായി ഭാരമുള്ള വസ്തുക്കൾ കയറ്റിവരുന്ന വാഹനങ്ങളാണ് റോഡ് തകരാൻ കാരണം. വികസനത്തിന് ജനങ്ങൾ എതിരല്ലെന്നും റോഡ് തകർത്തുകൊണ്ടുള്ള വികസനത്തിന് എതിരാണെന്നും നാട്ടുകാർ പറയുന്നു. ടവറിൻ്റെ പണി ഇവിടെ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നാട്ടിലെ വികസന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ ആക്ഷേപങ്ങളോ ഞങ്ങൾക്ക് തടസ്സവുമില്ല. നേരെ മറിച്ച് ഞങ്ങളുടെ ചിലകാല അഭിലാഷമായിരുന്ന ഒരു റോഡാണിത്. വളരെ കാലത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു റോഡ് ഞങ്ങൾക്ക് ഉണ്ടായി വന്നത്. ആ റോഡ് ഇവരുടെ നിരന്തരമായ ഭാരവാഹനങ്ങൾ കയറി ഓടി നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ടവർ പണി തീരുമ്പോഴത്തേക്കും ഏതാണ്ട് ഈ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമായി തീരും. ഇത് ആ കയറ്റത്തിൻ്റെ മധ്യഭാഗത്താണ് ഇത് പൊളിഞ്ഞിരിക്കുന്നത്. ഇത് പൊളിഞ്ഞ ഭാഗം പിന്നീട് നമുക്ക് ഒന്ന് മാറ്റി പണി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഈ പണി തീരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ റോഡിൻ്റെ കേട് പരിഹരിച്ച് തരാനുള്ളൊരു സംവിധാനം ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന്, ടവർ പണിയുന്ന ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. 12ഓളം വീട്ടുകാർ ചേർന്ന് നിർമ്മിച്ചതാണ് ഈ റോഡ്. ഒരാൾക്ക് 40,000-ലധികം രൂപ ചിലവ് വന്ന മൺപണിക്ക് ശേഷം 3 വർഷം മുമ്പാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ റോഡ് വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ച് റോഡ് ടാർ ചെയ്ത് നൽകിയത്. ഈ റോഡാണ് BSNL ടവർ നിർമ്മാണത്തിന്റെ പേരിൽ തകർന്നിരിക്കുന്നത്. നിലവിൽ ഇവിടെ ഒരു ടവർ പണി നടക്കുന്ന മൂലം ഭാരമേറിയ സാധനങ്ങൾ ഈ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതുകൊണ്ട് റോഡ് പരിപൂർണമായിട്ടും തകരുന്ന ഒരു അവസ്ഥയിലാണിപ്പോൾ. ഇവിടുത്തെ പ്രദേശവാസികളുടെ നിരവധി കാലത്തെ നോക്കിയിരിപ്പിന് ശേഷമാണ് ഈ റോഡ് ഈ യാത്രാ സൗകര്യമാക്കി കിട്ടിയത്. ഈ റോഡ് തകർന്ന് പല അധികാരികളെ അറിയിച്ചിട്ടും അവർ നിസ്സഹകരണമായ ഒരു രീതിയിലായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ആവശ്യം, ഈ പ്രദേശവാസികളുടെ ആവശ്യം, ഈ റോഡ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒന്നെങ്കിൽ ടവർ പണിയുന്നവർ വന്ന് അതിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറയുകയോ, ലൈൻ എഗ്രിമെൻറ്റോ ഞങ്ങൾക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ ഒരു ധാരണയിലാകാത്ത പക്ഷം ഈ ടവർ പണി പരിപൂർണമായിട്ട് ഞങ്ങൾ നിർത്തിവെക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുന്നതുവരെ ടവറിന്റെ നിർമ്മാണത്തിനായി ഒരു വാഹനവും റോഡിലൂടെ കടത്തിവിടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു.